സാബു എം ജേക്കബിന്റെ കോലം കത്തിച്ചവർ ഇത് കാണുക. കഴിഞ്ഞ ദിവസം 2020 ആസ്ഥാനത്ത് സാബു എം ജേക്കബിന്റെ കോലം കത്തിക്കുകയും അശ്ലീല വർഷം നടത്തുകയും ചെയ്ത കമ്മിക്കുട്ടന്മാർ ഈ പ്രതികരണങ്ങൾ കേൾക്കുക. സാബു എം ജേക്കബിനെ കുറിച്ചും 2020 കുറിച്ചുമുള്ള ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ വിലയിരുത്തൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി ഞങ്ങൾക്ക് ആയിരക്കണക്കിന് കോളുകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ കടക്കണിയിൽ നിന്ന് രക്ഷിക്കുന്നതിനും വരും തലമുറകൾക്ക് ഇവിടെ ജീവിതം സാധ്യമാക്കുന്നതിനും ഇനിയുള്ള ഏക പ്രതീക്ഷ 2020 ആണെന്ന് ഇവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ യൂണിറ്റ് അവരവരുടെ സ്ഥലങ്ങളിൽ എത്രയും വേഗം തുടങ്ങണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. ഒരുപക്ഷെ ആദ്യമായിട്ടാവാം ഇത്രയും ജനങ്ങൾ ഒരു മുന്നണിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സാബു എം ജേക്കബിനെയും ഈ പ്രസ്ഥാനത്തെയും ഇവർ എത്രമാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ ഇത്രയും ആകാംക്ഷയും താല്പര്യവും അഭിപ്രായവും ഒക്കെ ഉള്ളത്. ജനങ്ങളാണ് ഈ പ്രസ്ഥാനത്തെ വളർത്തുന്നത്. പ്രതികരണങ്ങൾ തുടരുന്നു. എന്റെ വീട് നെയ്യാറ്റിങ്കലാണ്. ഞാൻ ഇപ്പൊ താമസിക്കുക 10-15 വർഷം കൊണ്ട് ബാംഗ്ലൂരാണ് താമസം. പേര് നായർ. ഞാൻ ആർമി റിട്ടയർഡ് ആണ്. ഇപ്പൊ 72 വയസ്സായി അങ്ങേറ്റായി. ക്യാൻസർ രോഗിയാണ്. ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെ പോകുന്നു? ട്രീറ്റ്മെന്റിൽ ഇവിടെ ആർമി ഹോസ്പിറ്റലാണ്. മനസ്സിലായി. ആർമി ഹോസ്പിറ്റലിൽ ഫ്രീ ആണ്. അന്നേരം ആ ചികിത്സാർത്ഥമായിരിക്കും ബാംഗ്ലൂർ അല്ലേ? ബാംഗ്ലൂരല്ല, എന്റെ മകനും മകളും ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. അപ്പൊ നാട്ടിലെ വീടും ഒത്തിരി വസ്തുവൊക്കെ ഉണ്ട്. എന്നാലും മകൻ പറഞ്ഞു ഇവിടെ വന്ന് താമസിക്കണം, മറ്റേ എന്റെ കൂടെ ഒന്ന് താമസിക്കുന്നത്. അങ്ങനെ 15 വർഷം ഇപ്പം മോന്റെ കൂടെ ഒരു താമസം. മോളിലൂടെ അടുത്തുണ്ട്. എപ്പോഴും പോകുമ്പോഴും അങ്ങനെ ഇരിക്കും. എസ്പെഷ്യലി ഇന്ന് രാവിലെ നിങ്ങളുടെ മറ്റേ സാബു ജേക്കബിന്റെ കാര്യം ഒരു ഇതുണ്ടായിരുന്നില്ലേ, അപ്പോഴേ എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടു. ഇവനൊക്കെ എന്തിന് MLA ആയിട്ട് ഇതായിട്ട് പരിസ്ഥിതി. എനിക്ക് നേരെ പോകുന്നല്ല. എനിക്ക് 72 വയസ്സായ ഒരു ക്യാൻസർ രോഗിയായ ആണ് ഞാൻ. എനിക്ക് ഇന്നോ നാളോ എന്ന് പറഞ്ഞിരിക്കണേ ഞാൻ. പക്ഷെ എനിക്കിതെല്ലാം ഇപ്പോഴത്തെ ഭരണം, കേരളത്തിന്റെ ഭരണം കാണുമ്പോഴേ ദൈവം സഹായിച്ചിട്ട് ഞാനിപ്പോ അവിടെ ഇല്ല. ഞാനിപ്പം സ്വസ്ഥമായിട്ട് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ബാംഗ്ലൂര്. 2020 സാബു എം ജേക്കബിനെ പോലുള്ളവരൊക്കെ വരണേ ഇത് നാട് രക്ഷപ്പെടുത്താൻ എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും 100%. എനിക്ക് ആ ജേക്കബിന്റെ വർക്കും ആ പ്രോട്ടിങ്ങിന്റെ കിറ്റക്സിന്റെ ഇതെല്ലാം വേണ്ടത് പഞ്ചായത്തിലെ വേണ്ടല്ലോ വളരെ ഇഷ്ടപ്പെട്ട ഇതാണ്. ഇന്ന് രാവിലെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്പർ താഴെ കൊടുത്തിരിക്കുമല്ലേ, അത് നോക്കി എഴുതിയതാണ് ഞാൻ ഈ നമ്പർ. സന്തോഷം. ഇത്രയേറെ ബുദ്ധിമുട്ടി വിളിച്ചതിന് വളരെയേറെ സന്തോഷം. എനിക്കതല്ല, ഈ നാറിയ വരണമെന്ന് പറയാൻ ഇവ 40,000 കോടി രൂപ ആവശ്യമുള്ളവരാണ് ചെയ്യുന്ന നാറി. അവനെ മാതിരിയുള്ളവരൊക്കെ ഭരിച്ച കേരളം മുടിഞ്ഞു പോകില്ലേ. അവരിപ്പോ മക്കളെ പേരിൽ അവ കൊണ്ടുവന്ന് ദുബായിൽ ഒക്കെ കൊണ്ട് തെറ്റിരിക്കുകയാണ്. അവന്റെ സ്വന്തം മകളെ അമൃതാനന്ദമയി കോളേജിൽ പഠിപ്പിച്ച് IT കമ്പനി എന്ന് പറഞ്ഞ ഒരു പേരിട്ട് കേരളത്തിൽ സ്ഥലമില്ലേ, ഈ ബാംഗ്ലൂർ ഉണ്ടെന്ന് അവനെ പറഞ്ഞിട്ടുന്ന കാര്യമില്ല. ITI സുനിൽ സാർ നമസ്കാരം. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ ആര്യനാട് പഞ്ചായത്തിൽ നിന്ന് വിളിക്കുന്നു. തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഓട്ടോറിക്ഷ ഓടുന്നു. എനിക്ക് 2020 വളരെ താല്പര്യമാണുള്ളത്. ഈ 140 മണ്ഡലങ്ങളിലും മത്സരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ സാറും ഷാജൻ സ്കറിയ സാറും ഈ ഇലക്ഷനിൽ മത്സരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കക്കാനും മൂട്ടിക്കാനും അറിയാവുന്നവന്മാരേ ഉള്ളൂ ഇന്ന്. സാബു സാറ് പറഞ്ഞതനുസരിച്ച് 2020 കിഴക്കമ്പലം പഞ്ചായത്തിലെ എല്ലാ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശമൊക്കെ അറിയാം. ഞാൻ ഞങ്ങളുടെ നാട്ടിലെ എല്ലാ ആണുങ്ങളോടും പറയുന്നത് പെൺകുട്ടികളെ കെട്ടിക്കുന്നെങ്കിൽ കിഴക്കമ്പലം പഞ്ചായത്തിൽ കെട്ടിക്കണം. കാരണം പട്ടിണിയില്ലാതെ കഴിഞ്ഞുകൂടാം എന്ന്. നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം ഞാൻ കാണാറുണ്ട്. എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് ചെയ്ത സാബു സാറിനെ കുറിച്ചുള്ള എപ്പിസോഡുകൾ, അതുപോലെ പുള്ളിക്കാരൻ്റെ ലൈവ് ടെലികാസ്റ്റ് എല്ലാം കണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കേരളത്തിന് തന്നെ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ
പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അദ്ദേഹം ചുമ്മാ എടുത്തിയാടി ഒരു കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ചെയ്യുകയില്ല. അദ്ദേഹത്തിന് അതിൻ്റെ ഒരു റിയൽ സ്ട്രാറ്റജി കയ്യിലുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പോലെയുള്ള ആൾക്കാർ വളർന്നു വരേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് ഇപ്പോഴത്തെ ഒരു ആവശ്യമാണ്. ഇപ്പം ഞങ്ങൾ പ്രവാസികളെ സംബന്ധിച്ച് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. അവിടെ നാട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. ഈ എല്ലാ കാലവും നമുക്ക് പുറത്തു പോയി കിടന്ന് ജീവിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സാബു സാറിനെ പോലെയുള്ള ആൾക്കാരുടെ ഒരു എന്താ പറയുന്നത് നല്ല തീരുമാനങ്ങൾ അദ്ദേഹം പറഞ്ഞ ആ ഒരു 10-12 പോയിന്റുകളെല്ലാം വാലിഡ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ഈ പറഞ്ഞ പോലെ സഡനായിട്ട് ഒരു ചേഞ്ചസ് ഉണ്ടായില്ലെങ്കിൽ പോലും അദ്ദേഹത്തിനെ പോലുള്ള നല്ല വിഷനുള്ള ആൾക്കാർ അല്ലെങ്കിൽ കൈയിട്ട് വാറണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള പ്രവാസികൾക്കും ഒരു പ്രതീക്ഷയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈവൻ ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പുറത്ത് ചാടുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് പിള്ളേരുടെ ഇടകളിലെല്ലാം. ഇപ്പം എൻ്റെ പരിചയത്തിൽ തന്നെ ഒത്തിരി പേര്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളെല്ലാം നാട്ടിൽ പഠിച്ചവരെ എങ്ങനെയെങ്കിലും അവർ പുറത്തേട്ട് വിടാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, അത് നാട്ടിലത്തെ ഒരു അവസ്ഥയാണ്. പക്ഷെ അങ്ങനെ തിരിച്ച് ചിന്തിക്കണമെങ്കിൽ സാബു സാറിനെ പോലെ നല്ല വിഷനായിട്ടുള്ള ആൾക്കാർ പൊതുരംഗത്തേക്ക് കടന്നു വരണം. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഈ ഇടതും വലതും മാറി മാറി പരിപാലിച്ച് മുടിപ്പിച്ച് വെച്ചേക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇനിയൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 പോലുള്ളൊരു പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ അവർക്ക് പൂർണ്ണമായ പിന്തുണ പ്രവാസി എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ പ്രവാസ ലോകത്തിൽ ഇപ്പം ഞാൻ UAE-ലാണുള്ളത്. ഇപ്പം ഇവിടെ ഈ 2020 ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വർക്ക് ചെയ്യാനും നമുക്ക് ഒരു പ്രശ്നവുമില്ല. അത് നമുക്കത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് വരട്ടെ. എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ സ്റ്റേറ്റുകളിലും ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് മുന്നേറ്റം ഉണ്ടാവട്ടെ. അതുപോലെ അതിന് പൂർണ്ണ സപ്പോർട്ട് ITI-യുടെ ഭാഗത്തു നിന്ന് സുനിലേട്ടൻ കൊടുക്കുന്നതിന് എല്ലാവിധ ആശംസകളും, മുമ്പോട്ടും എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു സുനിലേട്ട. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്ക് ഇനിയും ഒത്തിരി എന്താ പറയുക ആക്കം കൂട്ടാൻ നമ്മുടെ ITI വഴിയും മറ്റുള്ളവരിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാനും സാധിക്കട്ടെ. ഞാൻ പെരുമ്പാവൂരിനെ വിളിക്കുന്നത്, പെരുമ്പാവൂർ വന്നത്തിനെ വിളിക്കുന്നത്. എന്റെ പേര് വർഗീസനാണ്. ഞാൻ കാലിൽ ബിസിനസ് ചെയ്യുന്നു. നമുക്ക് 2020 പെരുമ്പാവൂർ ഉണ്ടോ? പെരുമ്പാവൂർ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ ബന്ധപ്പെട്ട ആളുകളോട് വന്ന് സാറിന് ബന്ധപ്പെടാൻ പറയാം. അല്ല, നമുക്ക് അതിനകത്ത് പ്രവർത്തിച്ചാൽ കൊള്ളാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ചോദിച്ചത്. ഞാൻ കാര്യം കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ എന്ത് കാര്യം, 2 പാർട്ടിയുടെ കാര്യമില്ലല്ലോ. 2 പാർട്ടിയും സ്വയം കാര്യം നോക്കുന്നതിനും എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. കാരണം അദ്ദേഹം കിഴക്കമ്പല യൂണിറ്റിൽ ഇത്ര കോടി രൂപ സേവ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അയാളുടെ കഴിവെന്ത് നല്ല മഹാത്മ്യമല്ലേ, വലിയ മഹാത്മ്യം. എല്ലാ സ്ഥലങ്ങളും കട്ടുപിടിക്കുമ്പോൾ അദ്ദേഹം അവിടെ അത്രയും ബാലൻസ് ഉണ്ടാക്കിയപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നല്ല മനസ്സാണ്, ജനങ്ങളോട് താല്പര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ അങ്ങേയറ്റം സ്വാഗതം ചെയ്തു. പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളാണ് അദ്ദേഹത്തെ. എന്റെ പേര് ആന്റണി എന്നാണ്, കേരളത്തിലെ ഞാൻ ഡ്രൈവറാണ്, എറണാകുളത്ത് വണ്ടി ഓടുന്നു. ഈ ഞങ്ങളുടെ നാട്ടിലും ഈ 2020 വന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ആരെ കോണ്ടാക്ട് ചെയ്യും, എങ്ങനെ പറയും എന്നറിയാൻ പാടിരിക്കുമ്പോഴാണ് ഇപ്പൊ ഈ ന്യൂസിൽ പറഞ്ഞത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ താഴെ നമ്പർ ഉണ്ട്, അത് കാരണം ഇപ്പോൾ വിളിച്ചത്. ഞാൻ സാബു സാറിന്റെ സ്ഥാപനത്തിലൊക്കെ ഞാൻ വണ്ടിയായിട്ട് ഓട്ടം പോയിട്ടുള്ള നല്ലൊരു ഇതാണ്. അത് തന്നെയല്ല, എനിക്ക് കിഴക്കമ്പലം അറിയാം, അവിടുത്തെ റോഡുകൾ അവിടുത്തെ വിധത്തിനൊക്കെ അറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലും ഇങ്ങനൊരു ഇത് വരണം എന്നൊരു ആഗ്രഹമുണ്ട്. അതിന് ഞങ്ങൾ ഇനി വേറെ എങ്ങനെ ആരെ കോണ്ടാക്ട് ചെയ്യണം എന്നതിനെ കുറിച്ച് അറിയത്തില്ല. എന്റെ കെയറോഫിലും കുറെ പേര് ഇതിനോട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഹലോ, നമസ്കാരം സാർ. ഇത് ITI ചാനലല്ലേ? അതെ സാർ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്, മണ്ണുത്തി. എന്റെ പേര് ജേക്കബ് എന്നാണ്. യൂട്യൂബിൽ സാറിന്റെ കിറ്റക്സ് സാബുവിന്റെ ഒക്കെ സമ്മേളനത്തിന്റെ കാര്യം 2020 വാർത്ത കേട്ടോണ്ടിരിക്കുകയല്ലേ. ഞങ്ങളുടെ ഈ ഗ്രാമപഞ്ചായത്തിലും ഈ 18 നമ്പർ ഡിവിഷനിലൊക്കെ ഇതൊന്ന് ആക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ തൃശ്ശൂരിൽ കഴിയുന്ന അത്ര മേഖലയില് രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പൊക്കെ ഉണ്ടാവും, എന്നാലും യൂണിറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സഹായിക്കാൻ. ഞാൻ തൊടുപുഴയിലാണ്, സോജൻ എന്ന് പറയും, റെസിഡൻസ് അസോസിയേഷന്റെ മുൻ പ്രസിഡന്റ്. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന അവാർഡ് മേടിച്ച റെസിഡൻസ് അസോസിയേഷനാണ് ഞങ്ങള്. 2 വർഷത്തിന് മുമ്പ് കിറ്റക്സ് അവാർഡ് ഏറ്റവും മികച്ച
പരിസ്ഥിതി സൗഹൃദ റെസിഡൻസിന് ഉള്ള അവാർഡും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. 4 വർഷമായിട്ട് ഞങ്ങൾ സംസ്ഥാന അവാർഡ് മേടിക്കുന്നുണ്ട്. അതിൻ്റെ റെസിഡൻസിൻ്റെ ആളാണ്. നിങ്ങളുടെ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞപ്പം വളരെ താല്പര്യം തോന്നിയിട്ടാണ് വിളിക്കുന്നത്. അത് ശരിക്കും ഇങ്ങനെ ആരെങ്കിലും ഇതിന് തുനിഞ്ഞിറങ്ങി ഇത്തിരി കഷ്ടപ്പെടാൻ തയ്യാറായാലേ നമ്മുടെ രാജ്യം ഏതെങ്കിലും കുറച്ചെങ്കിലും മെച്ചപ്പെടുകയുള്ളൂ. അപ്പോൾ സാബു സാറ് മുന്നോട്ടിറങ്ങി ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാവുന്ന ഉള്ള തീരുമാനത്തിൽ എത്തിയത് തന്നെ വലിയൊരു കാര്യം. ആൾക്കാരെല്ലാം ഈ അവനവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടും പോക്കറ്റ് വീർപ്പിക്കാനും മാത്രം നിൽക്കുന്നവരാണല്ലോ. ജനത്തെ സംബന്ധിച്ച് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനൊരു മനോഭാവം ശരിക്കും എന്തേലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് ഇവിടെ നിൽക്കാൻ മേലാത്ത അവസ്ഥ ഉണ്ടായിട്ട് വീണ്ടും പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പ്രസ്ഥാനം തുടങ്ങുകയൊക്കെ ചെയ്തിട്ടും അവസാനം പിന്നെ മറ്റുള്ള ഇവിടെ ഒന്ന് നിൽക്കാനുള്ള അല്ല ഇവിടെ ഒരു നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് കാണിച്ചതിന് തന്നെ അദ്ദേഹത്തെ സ്തുതിക്കണം. ഇപ്പം ഞങ്ങൾ ഈ സമാനമായ രീതിയിൽ ഇപ്പം ഇവിടെ 2020 ഞാനവിടെ വന്ന് ഞങ്ങളുടെ ടീമുകൾ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളെല്ലാം കൂടെ 2-3 വർഷത്തിന് മുമ്പ് അവിടെ വന്ന് നിങ്ങളുടെ അവിടെ എല്ലാം നിരീക്ഷിക്കുകയും പിന്നെ അവിടുത്തെ മാറ്റങ്ങൾ നേരിട്ട് ബോധ്യം ആയിട്ടുള്ളതാണ്. അതനുസരിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷന് ആ ഊർജം ശേഖരിച്ചുകൊണ്ട് ഇവിടെ ഇലക്ഷനിൽ നിൽക്കുകയും പിന്നെ നിലവിലുള്ള അവസ്ഥയെ ഒരു മാറ്റം വരുത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേ ആശയത്തിൽ തന്നെ 2020 ആ ഒരു ആശയം തന്നെയായിരുന്നു ഞങ്ങളിവിടെ. ശരിക്കും തൊടുപുഴ മുനിസിപ്പാലിറ്റിയാണ്. തൊടുപുഴ പോലെയുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് പിന്നെ ശരിക്കും ഈ റെസിഡൻസ് അസോസിയേഷൻ കൂടാതെ ഒരു 10-15 റെസിഡൻസ് കൂടുന്നൊരു സോണൽ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു 100 ജില്ലയിലെ റെസിഡൻസ് കൂടുന്ന അപ്പെക്സ് കൗൺസിലുണ്ട്. ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ശരിക്കും ഒന്ന് ഇച്ചിരി താല്പര്യം എടുക്കാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉള്ള സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നല്ലൊരു മാറ്റം വരുത്താൻ സാധിക്കും എന്നുള്ളൊരു ബോധ്യമുണ്ട്. ഞാൻ മലപ്പുറം ജില്ലയിൽ കരുവാരുകൊണ്ട് സ്വദേശിയാണ്. സാറിന്റെ ചാനൽ ഞാൻ കണ്ടു. സാബു ജേക്കബിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പ്രത്യേകം താങ്ക്സ് സാറേ. ഇവിടുത്തെ പ്രശസ്തരായ മറ്റ് ചാനലുകൾ ഒന്നും പ്രക്ഷേപണം ചെയ്യാത്ത കാര്യങ്ങൾ സാറ് ജനങ്ങൾക്ക് വേണ്ടി പ്രക്ഷേപണം ചെയ്യുന്നതിൽ ഒരുപാട് അഭിനന്ദനങ്ങൾ. ഞാൻ അത് പറഞ്ഞാൽ ഇപ്പോൾ സാറിന്റെ ചാനലുകൾ സ്ഥിരം കാണുന്നുണ്ട്. സാറിന്റെ മറുനാടൻ ഷാജന്റെയും കാണുന്നുണ്ട്. എന്നാലും സാറ് ഈ ധൈര്യം കാണിച്ചതിനും ജനങ്ങൾക്ക് വേണ്ടി ഈ ആത്മാർത്ഥമായിട്ട് നിഷ്പക്ഷമായ ഈ കാര്യങ്ങൾ കാണിക്കുന്നതിന് അത് നിലനിർത്തണം. സാറിന് എന്ത് പ്രതിഷേധമോ ഉപദ്രവങ്ങളോ വന്നാലും സാർ അതിൽ നിലനിർത്തണം എന്നൊരു അപേക്ഷയുണ്ട്. നമ്മൾ ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രാർത്ഥനയും ആശംസകളും സാറിനുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാണ്. പക്ഷേ അവർക്ക് എങ്ങനെ ഇതിനിടയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളതേ ഉള്ളൂ സാറേ. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. എല്ലാ ജനങ്ങളും സപ്പോർട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരും പക്ഷേ ഇവരുടെ യൂണിറ്റുകൾ ഇവർ കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്യണം. ഇവരെല്ലാ സ്ഥലങ്ങളിലും വന്നിട്ട് ആ നാട്ടിലുള്ള നല്ല ആൾക്കാരെ ഈ മറ്റ് കപട സ്വഭാവം ഇല്ലാത്ത സ്വാർത്ഥമോഹങ്ങളില്ലാത്ത നല്ല ആൾക്കാരെ നോക്കിയിട്ട് അവരെ ഇതിന്റെ ഭാരവാഹികളാക്കി എല്ലാവർക്കും യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യണം. ഈ എല്ലാ മനുഷ്യന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് സാബു ജേക്കബ് സാറ് പറഞ്ഞതും സാറ് പറയുന്നതും ഒക്കെ. സാറ് ഒരു അന്തിച്ചട്ട് ഒരു ചാനലുകളും അതിനെപ്പറ്റി ഇല്ല. ഒരു പേപ്പറിലോ ചാനലുകളിലോ അതിനെപ്പറ്റി ഒരു സാബു സാറിന്റെ ഒരു പ്രസംഗങ്ങളോ കാര്യങ്ങളോ ഒന്നും അവർ പുറത്തു വിട്ടിട്ടില്ല. സാറും മറുനാടൻ സാറും മാത്രമേ ഇതിനെപ്പറ്റി ഷാജൻ സാറും മാത്രമേ ഇതിനെപ്പറ്റി അപ്പൊ തന്നെ ഒന്ന് ഓർത്ത് നോക്കണം. എല്ലാവർക്കും ഗുണം കിട്ടുന്നത്. പിന്നെ പൊതുജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയല്ല കഴിവുള്ളൂ. അവർക്ക് ഇതിലെന്താ ഇടപെടാനൊന്നും കഴിയല്ലോ. ചാനലുകൾ വെക്കുന്ന കാണുക എന്നല്ലാതെ അല്ല സാറിന് പോലും ഒരു പക്ഷേ ഇതിന്റെ പേരിൽ എന്തോരം പ്രതിഷേധങ്ങളും ഇതിന്റെ എതിർപ്പുകളും സാറിന് തന്നെ അറിയാമല്ലോ. സാർ ഇതിനെ അതിജീവിക്കുന്നതെന്ന്. ഞാൻ പറയുന്നത് നിഷ്പക്ഷപാതികളായ അല്ലെങ്കിൽ പ്രതികരിക്കാൻ കഴിയാത്ത നല്ലവരായ ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ സാറ് എന്നും ഉണ്ടാവും. സാബു സാറും ഉണ്ടാവും. ഇത് ദൈവം ഇത് നടത്തി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് വർഗീസ് എന്നാണ് പേര്. 2020യെ കുറിച്ച് കേട്ടു. സാറിത് പറയാനൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് 2020യോട് ഉള്ളതുപോലെ തന്നെ സാറിനോടും എനിക്ക് ഒരുപാട് താല്പര്യവും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. കാരണം ഇങ്ങനെയുള്ള നല്ല പ്രസ്ഥാനങ്ങൾ വരുമ്പോൾ അതിന് ഒരു കരുത്തായിട്ട് നിൽക്കാൻ ഉള്ള ഒരു മനസ്സ് കാണിക്കുമ്പോഴേ
ഒരു പേപ്പർ ഇത്രയും വലിയ പ്രസ്ഥാനങ്ങളൊക്കെ നടന്നിട്ട് ഒരു പേപ്പറിൽ പോലും, ഞാനിപ്പോൾ മനോരമ പേപ്പറാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്, അത് വരുത്താൻ തുടങ്ങിയിട്ട് 100 കൊല്ലങ്ങളായി. 100 കൊല്ലമായി എന്ന് പറയാൻ കാരണം എൻ്റെ ഫാദറായിട്ട് വരുത്തി തുടങ്ങിയതാണ്. എനിക്ക് വയസ്സ് 10-75 കൂടുതലായി. അപ്പൊ ഇത് ഞാൻ കൊച്ചുനാളിൽ തൊട്ട് ഇത് കാണും. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടും ഒരു പേപ്പറിലും, മനോരമ പേപ്പറിൽ ഞാൻ കണ്ടില്ല. നോക്കി എല്ലാം മറിച്ചും തിരിച്ചുമൊക്കെ അങ്ങനെ കുറിച്ചൊന്നും എഴുതിയിട്ടില്ല. അത്രയും വലിയ മീറ്റിങ്ങും കാര്യങ്ങളും ഇത്രയും വലിയൊരു പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏതായാലും ഇങ്ങനെ ഒരു രീതി ഇന്ത്യയിലില്ല. പിന്നെ ഇപ്പൊ ആൾക്കാർ ഡൽഹിയിലെ കേജ്രിവാളിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ കൂടിയിട്ട് അത് ഈ രീതി അല്ലല്ലോ. അതിലും അഴിമതിയും കാര്യങ്ങളും അത്ര ശരിയല്ലല്ലോ. രാഷ്ട്രീയമാണല്ലോ ഇങ്ങനെയും അധികാരം പിടിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇങ്ങനെ കേൾക്കുമ്പോഴത്തെ ഈ സാബു എം ജേക്കബ് സാർ തുടങ്ങിക്കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർക്ക് നന്മ വരണം എന്ന ഉദ്ദേശ ശുദ്ധിയാണ് ഇതിനകത്ത് ഇപ്പോൾ ഞാൻ വളരെ കാര്യമായിട്ട് ഞാൻ എടുത്തിട്ട് കുറെ കാലമായി. പല ആൾക്കാർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എനിക്ക് അറിയാവുന്നവർക്കും ഒക്കെ അങ്ങേരോട് ഒരുപാട് താല്പര്യം. പക്ഷെ ഞങ്ങൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടണ്ടേ? അങ്ങേർക്ക് ഒരു കരുത്ത് കൊടുക്കാൻ നമുക്കൊരു ചാൻസ് കിട്ടിയാലല്ലേ കരുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ വെറുതെ എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാനല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു ധർമ്മസങ്കടത്തിലാണ് ഇപ്പോൾ. വർത്തമാനം പറയുമ്പോൾ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ പല രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടെങ്കിലും അതിനകത്ത് സജീവം അല്ലാത്ത ഒരുപാട് ആൾക്കാർ അങ്ങോട്ടാണോ എങ്ങോട്ട് ഏതെങ്കിലും ഒരു പാർട്ടി വേണമല്ലോ. ഇപ്പൊ അങ്ങനെ പറയുന്നത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. കാരണം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോഴേക്കും ഒരാൾ വേണമല്ലോ. അപ്പൊ ആ നിലയ്ക്ക് നിൽക്കുന്നവരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ സജീവമായിട്ട് ഇപ്പോ ഈ പാർട്ടിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ അങ്ങ് നിൽക്കുന്നല്ലാണ്ട് ഒരുപാട് വളരെ കുറച്ച് ആൾക്കാരുള്ളൂ അത്. പക്ഷേ ഈ കരുവന്നൂർ സംഭവമൊക്കെ ഇപ്പൊ വന്നത് അങ്ങനെയല്ലേ? അവർക്ക് പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് ഈ പിണറായി ഇപ്പോ അവരെ ഈ കമ്മ്യൂണിസ്റ്റ് CPM-കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഈ ബാങ്കുകളിൽ, കേരള ബാങ്കുകൾ ഉള്ള ബാങ്ക്, സഹകരണ ബാങ്ക് മുഴുവൻ പൊളിയായി അടിപോയി, എല്ലാവരുടെയും പാവങ്ങളുടെ കാശ് മുഴുവൻ പോയി. ഇതൊക്കെ ഉണ്ടായിട്ട് അയാൾക്ക് അങ്ങനെ ഒരു കാര്യം നടന്നതുപോലെ അയാൾക്ക് തോന്നുന്നില്ല. അയാളെ എന്തോ ഒരു കോമഡി പോലെ എന്തൊക്കെ നാളെ വൈകിയായിട്ട് പേപ്പറിൽ വായിച്ചു. അപ്പോൾ അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന അണികൾ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കാശടിച്ചു മാറ്റാനായിട്ട് ഇയാളൊരു മൗന സമ്മതം കൊടുത്തിരിക്കണം. അങ്ങനെ ഇങ്ങനെ കൊടുത്തിരിക്കുമ്പോൾ ആ മൗന സമ്മതത്തിൽ പെട്ടുപോയി. ഇപ്പോൾ ഇയാൾക്ക് മുഖ്യമന്ത്രിക്ക് ഒന്നും മിണ്ടാൻ പാടില്ല, മറ്റവർക്കും ഒന്നും മിണ്ടാൻ പാടില്ല, ആർക്കും ഒന്നും മിണ്ടാൻ പാടില്ല. എന്നാൽ എല്ലാവരുടെ ഈ താഴെക്കടയിലുള്ള ആൾക്കാർ, CPM-ന്റെ തന്നെ ഈ താഴെയുള്ള ആൾക്കാർ എന്ന് ഉദ്ദേശിക്കുന്ന പ്രത്യേകിച്ച് അധികാരം കാര്യമൊന്നുമില്ല, ചുമ്മാ ഗീജ വിളിക്കാൻ നടക്കാതെ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ മനസ്സിൽ ഒരുപാട് വേദന തട്ടിഞ്ഞ് എങ്ങോട്ട് പോകും, ഇതിലെ പോകുന്ന ഓർത്തിരിക്കും. ഇങ്ങനെയാണ്. പിന്നെ സാബു ജേക്കബിന്റെ കാര്യം പുള്ളിക്കാരൻ എല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട്. നല്ല കഴിവും പ്രാപ്തിയുള്ള മനുഷ്യനാണ്. അങ്ങേരെ പറ്റി എനിക്ക് പറയാനുള്ള അങ്ങനെ മനസ്സ് അറിവും കഴിവും മറ്റുള്ളവർക്ക് കിട്ടണം എന്ന നിർബന്ധ ബുദ്ധിയുള്ള ഒരാൾ. അങ്ങനെ വരുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് മാൻ ആകുന്നത്. ഞാനങ്ങനെ വിശ്വസിക്കുന്നത്. നമുക്ക് സാധാരണ അറിവ് കഴിവുണ്ട്, എനിക്കുണ്ട്, വേറെ ഒരു തൊഴിലാളിക്കുണ്ട്, പെയിന്റർക്കുണ്ട്, വണ്ടി ഓടിക്കുന്ന ആൾക്കുണ്ട്, ഡോക്ടർക്കുണ്ട്, അങ്ങനെ ത്രൂ ഔട്ട് വേൾഡ് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ആ ആൾക്കാർക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അറിവും കഴിവും ഉണ്ട്. അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അറിവും കഴിവും മറ്റുള്ളവർക്ക് കിട്ടണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നേരമാണല്ലോ നമ്മൾ ഒരു മനുഷ്യനാവണത്. അല്ലാണ്ട് എന്തെങ്കിലും കട്ടും മോട്ടിനും കൊണ്ടൊന്ന് ഒറ്റക്കാലം വഴി എവിടെയും കയറി ഇരുന്ന് തിന്ന് അങ്ങനെ കയറി ഇരുന്ന് തിന്ന് ഇങ്ങനെ ജീവിതം നടത്തുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒന്നും ഒരു മനുഷ്യനായിട്ട് കാണാൻ പറ്റില്ല എനിക്ക്. പിന്നെ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സ്നേഹവും ദൈവമാണ് ഏറ്റവും ഫസ്റ്റ്. അത് കഴിഞ്ഞാണ് ബാക്കി ഞാൻ പറയുന്നത്. ഞാൻ അന്യായ ദൈവവിശ്വാസിയാണ്. അപ്പോൾ ഇങ്ങനെ ആൾക്കാർക്ക് ഉള്ള ഈ അറിവും കഴിവും എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ദൈവം കഴിഞ്ഞാൽ കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് അവരവരുടെ തൊഴിലിനെയാണ്. ഈ തൊഴില് നമ്മൾ ബഹുമാനം കാണിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അല്ലാണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ നമ്മളെക്കാളും സീനിയർ ആൾക്കാരെ കാണുമ്പോൾ അവരെ ബഹുമാനിക്കുന്നതല്ല. അത് വേണ്ടെന്നല്ല, അത് വേണം. പക്ഷെ എപ്പോ അവനവന്റെ തൊഴിൽ അതിനോട് ആദരവും ബഹുമാനവും ഒന്ന് കാണിച്ചിട്ട് വേണം സീനിയർ ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കാനും അവരെ ആദരിക്കാനും വേണം. ആ സീനിയേഴ്സാണ് നമ്മൾ എപ്പോഴും നമ്മൾ റെസ്പെക്ട് ചെയ്യണ നല്ല കാര്യം തന്നെ. അതിന് നമ്മൾ ബാധ്യസ്ഥനുമാണ്, ജൂനിയർ സ്റ്റാഫ്. അപ്പൊ ബാധ്യസ്ഥനുമാണ്. പക്ഷെ അത് എപ്പോൾ വേണം? അവനവന്റെ തൊഴിലിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ട് വേണം മറ്റത്. ഇത് ചെയ്യാണ്ട് അത് ചെയ്തിട്ട് കാര്യമില്ല, ചെയ്യാൻ പാടില്ല. അതാണ് നമ്പർ 1 റോങ്. അത് തെറ്റാണ്. അപ്പൊ തൊഴിലിനോട് സ്നേഹം കാണിക്കുമ്പോൾ തോന്നും ഈ തൊഴിൽ കൃത്യമായിട്ട് ചെയ്യണം. ജയിച്ച് ഒരു നേഴ്സ് ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ഒരു ഓഫീസ് വർക്ക് ആയിക്കോട്ടെ,
എന്തോ ഒരു കൃഷിപ്പണിക്കാരനായിക്കോട്ടെ, അവൻ ഇപ്പോൾ എന്തെല്ലാം ചെയ്യാനുള്ളതാണ്, എന്തെല്ലാം ഓർക്കണം, ഡോക്ടർമാർക്ക് എഴുതുമ്പോൾ മാറിപ്പോയത് മറിഞ്ഞു പോയത് നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. മരുന്ന് വാങ്ങി കുത്തിവെച്ചു, ഓപ്പറേഷൻ കുത്തിവെച്ചു, തലമുടിയും അതും ഇതൊക്കെ കത്രിയും ഒക്കെ വയറിൽ വെച്ച് ഓപ്പറേഷൻ നടന്നു. എന്നിട്ടും അതിനൊന്നും ഒരു തീരുമാനമായിട്ടില്ല. ഈ മുഖ്യമന്ത്രിക്കൊന്നും അതിനൊന്നും നിസ്സാര കാര്യം വരും. അയക്കട മോക്ക വന്നെങ്കിൽ അയാൾ എടുത്തിയാടിയത് ശരിയല്ലേ? അപ്പോൾ അതൊന്നും ഈ മനുഷ്യനല്ല. അതൊക്കെ ഉണ്ടാകുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിലിനോട് സ്നേഹമില്ലാഞ്ഞിട്ട് അങ്ങനെ വന്നത്. അത് തൊഴിലിനോട് ആദരവും ബഹുമാനവും അവനവൻ്റെ തൊഴിലിനോട് പോകണം. തെറ്റിപ്പോരുത്. നേഴ്സായാലും കുത്തിവെക്കണത്, മരുന്നെടുക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഒരു ഏത് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരാളായാലും ഒരു ഓഫീസിലേക്ക് ആരെങ്കിലും കയറുമെന്ന് പറഞ്ഞാൽ ചോദിച്ചു പിടിച്ചു എന്താ കാര്യം? അത് ഇവന്റെ ഡ്യൂട്ടിയാണ്. ഓഫീസിൽ ഇരിക്കുന്ന ചുമ്മാ ചക്രവും മേടിച്ച് കായും മേടിച്ച് ചുമ്മാ അവിടെ പോയി വീഡിയോ മേടിച്ച് ചുമ്മാ ഒപ്പിട്ടേച്ച് പോകും. പിന്നെ വല്ലയിടത്തും പോയി കണ്ടുപിടിക്കാനും അതിനും കൈക്കൂലി പിടിച്ച് കളിച്ച് മേടിക്കാനും അതിനും നിൽക്കുന്ന അതാണോ? അത് ഈ വരുന്ന ആള് പാവപ്പെട്ടവനാണോ? അന്ന് ഹൈക്കോടതി ഒരു വിധി പറഞ്ഞു. ഹൈക്കോടതിക്ക് ഇന്ന് നമ്മുടെ ഈ അടിമാലിലെ എന്താണ് പെണ്ണുമ്പിള്ള പെൻഷൻ കിട്ടാന്നിട്ട് ഇപ്പോൾ സമരമൊക്കെ നടത്തിയല്ലേ പറയക്കുട്ടി. ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്ന ആളാണ്, എല്ലാം വായിക്കുകയും ശ്രദ്ധിക്കുകയും യൂട്യൂബ് ഇങ്ങനെ ഒരുപാട് കാണും, പേപ്പറൊക്കെ വായിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് ദിവസവും ഞാൻ ഈ പല മുന്നണികൾക്ക്, അതായത് പിന്നെ LDF-നും UDF-നും ഒക്കെ മാറി മാറി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറ്റം ആഗ്രഹിക്കുന്നു. തന്നെയുമല്ല മിസ്റ്റർ ഷാലിൻ സ്കറിയ, അതുപോലെ തന്നെ നിങ്ങളും ഒക്കെ പിന്നെ പ്രസംഗിച്ച 1-2-3 പ്രസംഗമൊക്കെ എനിക്ക് വളരെ എന്നെ ആകർഷിച്ചു. അപ്പോൾ എനിക്ക് ഇതിന്റെ ഒരു ഭാഗമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എൻ്റെ ഒരു സന്തോഷം അദ്ദേഹത്തെ അറിയിക്കാനെ കൊണ്ട്, അതുപോലെ തന്നെ പിന്നെ ഓരോ സ്ഥലത്തും അദ്ദേഹത്തിന്റെ പ്രതിനിധികളെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ചെയ്യാനും ഒക്കെയുള്ള ഒരു മനസ്സുണ്ട്. അതിനുള്ളൊരു സന്തോഷമുണ്ട്. പന്തളത്താണ് എൻ്റെ വീട്. എനിക്കിപ്പോൾ 66 വയസ്സുണ്ട്. 2.5 വർഷമായിട്ട് നാട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ നാട്ടിലെ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നിങ്ങളെപ്പോലുള്ള നല്ല നാട് മുന്നേറണം, അല്ലെങ്കിൽ നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് ചുരുക്കത്തിൽ എനിക്ക് പറയാൻ പറ്റുന്ന വാക്ക്. കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരനൊന്നും അല്ല. പിന്നെ സ്ഥലത്തുള്ള സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മുന്നണികൾക്ക് വോട്ട് ചെയ്യുക, കണ്ണടച്ച് പോവുക, ഇത്രേ ഉള്ളൂ. പക്ഷേ ഇതിനൊന്നും നമ്മൾ മനമെടുത്തു. കാരണം ഉപ്പിനും ഉണ്ണിമാങ്ങായ്ക്കും കൊള്ളരുതാത്തവനൊക്കെ കയറി വന്നിട്ട് കോടികൾ കട്ടുമുടിക്കുക, നാട് നശിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ എന്നെ പോലുള്ള ഒരുത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലോ എന്നൊരു സങ്കടം, ഒരു വിഷമം. അപ്പോഴാണ് ഈ ബഹുമാനപ്പെട്ട പിന്നെ സാബു ജേക്കബ് സാറ്, അദ്ദേഹത്തിന് ഇപ്പോൾ ഇതിനകത്ത് കയറി കൊള്ളയടിക്കാനൊക്കെ കൊണ്ട് ആവശ്യം അദ്ദേഹത്തിന് ഇല്ല എന്ന് അറിയാം. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, നിങ്ങളെ പോലെ ഷാജിൻ സ്കറിയെ പോലുള്ള ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ ഷാജിൻ സ്കറിയയ്ക്ക് ഒരു വലിയൊരു ക്രൈസിസ് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ ആ ഒരു സപ്പോർട്ട് സത്യത്തിൽ എന്നെ ഒരുപാട് പിന്നെ അതൊക്കെ സന്തോഷിപ്പിച്ച ഒരു കാര്യങ്ങളൊക്കെയാണ്. i2i ചാനൽ സംപ്രേഷണം ചെയ്യുന്ന വീഡിയോകൾ ഞാൻ കാണാറുണ്ട്. ഇപ്പോഴത്തെ കിറ്റക്സ് സാബു ജേക്കബുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതിൻ്റെ വീഡിയോകൾ കാണുവാനിടയായി. പ്രിയപ്പെട്ട സാബു ജേക്കബ് അവർ മുൻപോട്ട് വെച്ചതായ ആശയങ്ങൾ നമ്മുടെ കേരളത്തിൽ വലിയൊരു മാറ്റം വരുത്തുവാൻ ഇടയാകുന്നതാണ്. കാരണം സാധാരണ ജനങ്ങൾക്ക് നിലവിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും താല്പര്യം കുറഞ്ഞിരിക്കുന്നു. അഴിമതിയും കെടുകാര്യസ്ഥതയും കടഭാരവും നിലയില്ലാ കയത്തിലേക്ക് സംസ്ഥാനത്തെ തള്ളിയിട്ടുകൊണ്ടിരിക്കുന്നു. ഇതിന് നടുവിൽ ഒരു വലിയ വികസനോത്പാദകമായ വലിയ മാറ്റങ്ങൾ വരുത്താൻ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ട സാബു ജേക്കബ് അവർ നടത്തിയത്. അത് തീർച്ചയായിട്ടും കേരളത്തിന്, സാധാരണ ജനങ്ങൾക്ക് ഒരു വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അഴിമതിയും കെടുകാര്യസ്ഥതയും ഇല്ലാതായാൽ തന്നെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും അമേരിക്കയെ പോലെ സമ്പന്നമായ നിലയിൽ വളർന്നു വരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അഴിമതി ഇല്ലാത്തത് കൊണ്ടാണല്ലോ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അതുപോലെ ഒന്നാം നിലയിൽ നിൽക്കുന്നത്. കേരളത്തിനും അങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എൻ്റെ പേര് തോമസ് പി ഡാനിയൽ. ഞാനൊരു എക്സ്-സർവീസ്മാനാണ്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലെ തെക്കേക്കര പഞ്ചായത്തിൽ താമസിക്കുന്നു. എല്ലാ പഞ്ചായത്തുകളിലും 2020 പ്രവർത്തനം വേഗത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടി നല്ല
ഉത്സാഹമുള്ള സത്യസന്ധരായ വ്യക്തികളെ തിരഞ്ഞെടുത്ത് ഓരോരോ കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ചു കൊണ്ടുപോകുവാൻ എത്രയും വേഗം മുന്നിട്ടിറങ്ങണമെന്ന് ബഹുമാനനായ സാബു ജേക്കബ് അവരോട് അഭ്യർത്ഥിക്കുന്നു. ഈ നല്ല ഉദ്യമത്തെ ദൈവം സഹായിക്കട്ടെ. ജനങ്ങളുടെ എല്ലാ പിന്തുണയും ഇതിൻ്റെ പിന്നിലുണ്ടാകും എന്ന് ഉറപ്പ് എനിക്കുണ്ട്. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. ഞാൻ വിളിക്കുന്നത് വള്ളികുന്നാണ്. വള്ളികുന്നം. എൻ്റെ ജയൻ പിള്ള. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടു. അത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള സംഗതിയാണ് അദ്ദേഹം പറയുന്നത്. സാധിക്കുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അല്പം സമയം പിടിക്കുമെന്നാണ് തോന്നുന്നത്. ഞാൻ നേരത്തെ കിറ്റക്സിന്റെ കമ്പനിയിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്ന ആളാണ് എറണാകുളത്ത്. ഞാൻ അതിനു മുമ്പ് അഹമ്മദാബാദിലെ ഗാർമെന്റ് ടെക്നോളജിയുടെ എഞ്ചിനീയർ ആയിരുന്നു. ഡൽഹിയിൽ പോയി അതിനുശേഷം ബോംബെയിലുണ്ടായിരുന്നു ഗാർമെന്റ്സിന്റെ. ഞാനതിന് ടെക്നീഷ്യനാണ്. എനിക്കപ്പോൾ ഈ പ്രസ്ഥാനമായിട്ട് ഇദ്ദേഹത്തെ പറ്റിയും കുറെ അറിയാം. പുള്ളി ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതൊരു വലിയ നേട്ടമായിരിക്കും. ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു കാര്യപ്രാപ്തി അദ്ദേഹത്തിനും ആ പ്രസ്ഥാനത്തിനും ഇല്ലേ? അദ്ദേഹത്തിന് മാത്രം വിചാരിച്ച പോരല്ലോ. അദ്ദേഹത്തിന് മാത്രം സമ്പത്ത് ഉണ്ടായാലും അദ്ദേഹം മാത്രം വിചാരിച്ച ഒരു വലിയ പ്രസ്ഥാനം ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മുടെ എല്ലാ സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. നമ്മളുള്ളവരുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടാവും. അത് തീർച്ചയാണ്. അതിനുവേണ്ടി അദ്ദേഹം മുൻകൈ എടുക്കണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.